ഇന്നലെ ജാമ്യത്തിൽ അജു അലക്സിനെ വിട്ടയച്ചു. ഇപ്പോൾ അജു അലക്സ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. താങ്കൾ പറഞ്ഞത് മോഹൻലാൽ സൈനിക വേഷത്തിൽ ലഫ്റ്റനന്റ് കേണൽ. താങ്കൾ ഇപ്പോൾ വല്ലാതെ ഭയക്കുന്നു എന്ന് തോന്നുന്നു. ഇല്ല അങ്ങനെയല്ല. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? എങ്കിലും താങ്കൾ ഭയക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ചായ കുടിക്കാം? തീർച്ചയായിട്ടും ചായ കുടിക്കാം. ആവാം. പിന്നെ കുറച്ച് ദോശ. ഇവൻ നന്നായി പേടിച്ചിട്ടുണ്ട് ഭായി. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വരും. ഞാനൊരു മഹാ അത്ഭുതത്തെ കണ്ടു. ഇപ്പൊ ഒരാളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? അജുവിന്റെ അമ്മ മേഴ്സി ഉണ്ട്. എന്റെ അമ്മോ, അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി. കൊല്ലണേനേക്ക പിള്ളേരെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഈ കേസിനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാമോ? ഈ പട്ടാള വേഷത്തിലുള്ള മോഹൻലാലിനെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് പരാതി, സിദ്ദിഖിന്റെ പരാതി. അധിക്ഷേപിച്ചെന്തെന്നാ? മൂർഖമ്പാമ്പിന്റെ മുട്ടയെന്ന് മൊയലിന്റെ കുഞ്ഞുങ്ങൾ വിരിയാറില്ല. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. ബാല പണ്ട് ചെറിയ കാര്യത്തിന് വേണ്ടി തോക്കുമായിട്ട് കൊല്ലാൻ ചെന്നു. അവന്റെ ഫ്ലാറ്റിൽ കയറി. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്നിട്ട് അന്ന് ഈ സിദ്ദിഖിനെ ഒന്നും കണ്ടില്ലല്ലോ ബാലയെ ചോദ്യം ചെയ്യാൻ. വൃത്തികെട്ട തള്ള. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്ക. അത്രയൊന്നും അജു ചെയ്തിട്ടില്ലല്ലോ. കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. അവൻ കണ്ടത് പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. മണ്ണിന്റെ അടിയിൽ കിടന്ന് മരിക്കുന്ന മനുഷ്യരാ, അതിന്റെ പുറത്ത് കയറിയുന്നുണ്ട്. അതിനൊക്കെ കെട്ടിയ ഇതുപോലത്തെ സാധനല്ലേ പ്രതീക്ഷിക്കണ്ടു. പട്ടാളക്കാരുടെയും മനുഷ്യനിൽ നിന്ന് സെൽഫി എടുക്കുന്ന ഒരുത്തൻ മേജർ രവി എന്ന് പറഞ്ഞാള്. വായിലെ നാക്കിനല്പം നീളം കൂടുതലുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത്. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ? അതൊക്കെ ശരിയാണോ? അത്രേ അവൻ പറഞ്ഞുള്ളൂ. ഇത് ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. പിന്നെ സിദ്ദിഖ് മോഹൻലാലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കും ഇത്. വെറുതെ മൂപ്പിക്കല്ലേ അമ്മണി ചേച്ചി. മകൻ അസുഖമുണ്ടോ? അസുഖക്കാരനാ അവൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഭയങ്കര ക്ഷീണം. മകനെതിരെയുള്ള കേസ് അന്യായമാണെന്നാണ്. അതെ, അന്യായമാണ്. അവൻ ഈ ഇരുന്ന് നാമം ചോദിക്കുന്ന എന്റെ അമ്മ, എന്റെ അമ്മ എന്റെ ദൈവം, എന്റെ സർവേശ്വരി, എന്റെ അമ്മ. അവൻ ഈ വീഡിയോ ഇടുന്നതല്ലാണ്ട് അവനൊരു ധൈര്യമുള്ള മനുഷ്യനെ അല്ല. ഈ സാഗർ ഒരു പച്ച ഞാൻ പാവല്ല, ഞാൻ ഭയങ്കര വൃത്തിയായിട്ടവനാണ്. മതി ഞാൻ വന്നിട്ട് തരാട്ടോ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.